ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഇപ്പോൾ എൻ്റെ കുളി കഴിഞ്ഞിട്ട് ഞാനൊന്ന് എൻ്റെ മുഖം സ്വയം നോക്കാൻ ശ്രമിച്ചു. പക്ഷേ എനിക്കത് പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അടുത്തൊരു കണ്ണാടിയുണ്ട്, കണ്ണാടിയിൽ നോക്കി ഞാൻ നോക്കി. അപ്പോൾ എനിക്ക് മുഖം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പണ്ട് നമ്മൾ കേൾക്കാറില്ലേ, ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ട. അതായത് നമുക്കൊരിക്കലും നമ്മുടെ മുഖം ഒരു ഉപകരണം ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റില്ല. അത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോയൊരു സത്യം തന്നെയാണ്. അപ്പോൾ ഇതിലെന്താ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ നല്ല പെർഫ്യൂം അല്ലെങ്കിൽ പെർഫ്യൂം അടിക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ സ്മെല്ല് നമുക്ക് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് അറിയുള്ളൂ. അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ നമുക്ക് ഒരിക്കലും കഴിയില്ല. അത് നമ്മൾ സൃഷ്ടിച്ച ആൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തന്നെയാണ്. അറിയും എല്ലാവർക്കും, അത് ഉള്ളിലോട്ട് പോയാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. പക്ഷേ നമ്മളെ പോലെയുള്ള ആൾക്കാർ സ്വയം ഉള്ളിലോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഇപ്പോൾ നമ്മളൊരു മുഖത്തൊരു ക്രീം പറ്റി, അല്ലെങ്കിൽ മുഖത്ത് എന്തെങ്കിലും ചെയ്തു, ചായം പറ്റി, അല്ലെങ്കിൽ ലിഫ്റ്റിക്ക് ആരെങ്കിലും, ഇപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നില്ല, ഇപ്പോൾ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ അവർ എന്തെങ്കിലും മുഖത്ത് ചെയ്തു, ഇപ്പോൾ കണ്ണാടിയില്ല, ഒരു ഉപകരണവുമില്ല. ഇപ്പോൾ നമ്മുടെ ഇത് ഭംഗിയുണ്ടോ, അതാ കാണാൻ എങ്ങനെയുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഉപകരണമില്ല. നമ്മുടെ അടുത്തൊരാളുണ്ട്, നമ്മൾ എപ്പോഴും നമ്മൾ ആ ആളോട് ചോദിക്കും എങ്ങനെയുണ്ട്. ആ ആൾക്ക് പറയും കുഴപ്പമില്ല, അത് ഒന്ന് ശരിയാക്കണം എന്ന് പറയും. ഓക്കെ, നമുക്ക് വേറെ നിവൃത്തിയില്ല, നമ്മൾ ആ ഉള്ള വാക്ക് കേട്ട് നമ്മളത് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, ഞാൻ ഇപ്പോൾ ചെയ്യണതെല്ലാം ശരിയാണ്, എല്ലാം നല്ലതാണ്. അത് ഒരിക്കലും സത്യമല്ല. ആക്ച്വലി അത് നമ്മുടെ ഒരു മിഥ്യാധാരണയാണ്. അതായത് നമ്മളൊരിക്കലും നമ്മൾ ചെയ്യണത് നമ്മൾ ശരിയാണെന്ന് നമ്മളൊരിക്കലും വിശ്വസിക്കാൻ പാടില്ല. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതായത് ഇപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യമാണ്, അതായത് പറയണം എന്ന്. എന്താ വെച്ചാൽ, ഇപ്പം എൻ്റെ തന്നെ അവസ്ഥ, ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ എല്ലാം സത്യം ആവണമെന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എനിക്ക് എന്നെ കാണാൻ പറ്റില്ല, അതുപോലെ തന്നെ എൻ്റെ ശരീരത്തിലുള്ള സ്മെല്ലുകളോ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. അത് മറ്റുള്ളവരെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും മറ്റുള്ളവരെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതിൽ നല്ലതാണോ പൊട്ടയാണോ എന്നോ നമുക്ക് ചില സമയങ്ങളിൽ മനസ്സിലാവില്ല. നമ്മുടെ കോൺഫിഡൻ്റാണ്, ഇപ്പോൾ നമ്മുടെ കോൺഫിഡൻ്റാണ്, അത് സത്യമാണ്. കോൺഫിഡൻ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഞാൻ പറയണത്, നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ച് ഞാൻ ചെയ്തത് ശരിയാണോ എന്ന് ചോദിക്കണതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ, ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുമ്പോൾ നമുക്കറിയില്ല നമ്മളെ പറ്റിയിട്ട്. നമ്മൾ ചെയ്യണതെല്ലാം ശരിയാണെന്നാണ് നമ്മുടെ ധാരണ. പക്ഷെ ഈ കാര്യങ്ങളിലും ഞാൻ ചെയ്തത് ശരിയാണോ എന്ന് മറ്റുള്ള ആളോട് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ നമ്മുടെ സ്വയം ഇഷ്ടം, ഞാനത് പറയാൻ വേണ്ടി മാത്രമാണ്. അതായത് മറ്റുള്ളവരെ ആശ്രയിച്ച് മാത്രമേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമ്മളിത് ചെയ്തത്, അല്ലെ നമ്മളെ കാര്യങ്ങൾ, നമ്മുടെ ചിന്താഗതി, നമ്മൾ ചെയ്യണത് ശരിയാണോ എന്ന് നമ്മൾ ഓട്ടത്തിൽ നമുക്കതൊന്നും ചോദിക്കാൻ പറ്റില്ല. പക്ഷേ ഒരാളോട് ചോദിക്കുക, ഒന്നോ രണ്ടാളോട് ഞാനിങ്ങനെ ഇത്രയും കാര്യങ്ങൾ പോകുന്നുണ്ട്, ഒരു സ്റ്റോപ്പ് ചെയ്തൊന്ന് ചോദിക്കണതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അല്ലാതെ ഓക്കെ, അതിൽ തെറ്റിദ്ധരിച്ച് പോകരുത്. അതായത് വീഡിയോ ചെയ്തത് അങ്ങനെയാണ്. അതായത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ചിന്തകൾ എപ്പോഴും ശരിയാവണമെന്ന് ഇല്ല. എപ്പോഴും അല്ല, ശരിയാവാം, ശരിയാവാതിരിക്കാം. ഒരാളോട് ഇപ്പോൾ ചെയ്തത് ശരിയാണോ എന്ന് ചോദിക്കുന്നതിൽ തെറ്റില്ല എന്ന് മാത്രമാണ് പറഞ്ഞു വന്നത്. അതാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.